നമസ്കാരം, ഞാൻ ഡോക്ടർ ജിജോ ജോയ്, സഞ്ചാരി ഡോക്ടർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെയൊക്കെ പോലെ തന്നെ ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എൻ്റെ യാത്രാ എക്സ്പീരിയൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്ന് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഉറുമ്പിക്കരയിലായിട്ട് പോകാനായിട്ടാണ്. ഞങ്ങൾ മുണ്ടക്കയത്താണ് നിൽക്കുന്നത്. അപ്പം ഇതൊരു പക്ക ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിന് ഈ യാത്രയ്ക്ക് ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഞാനിപ്പം പുതിയതായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ഒരു മഹീന്ദ്ര താർ വന്നിട്ടുണ്ട്. അപ്പോൾ താറിൻ്റെ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ച് ഞങ്ങൾ ഉറുമ്പിക്കരയിലേക്ക് പോകാം. അതാണ് നമ്മുടെ അടുത്ത് കിട്ടുന്നതിൽ നല്ലൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. വീഡിയോയിലൂടെ നമുക്ക് കാണാം. നമ്മുടെ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഓഫ് റോഡിങ് തന്നെയാണ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകുമ്പം കുറച്ചും കൂടെ നല്ല എക്സ്ട്രീം ആയിട്ടുള്ള ഓഫ് റോഡിങ് കിട്ടുമെന്നാണ് അറിഞ്ഞത്. ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഓഫ് റോഡിൽ കൂടെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കല്ലുകൾ മാത്രമേ ഉള്ളൂ, ഉരുളൻ കല്ലുകളുടെ ഇടയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ 4 വീൽ എൻഗേജ് ചെയ്ത് വന്നിട്ടില്ല, 2 വീലിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു അൺഈവൻ സർഫസിൽ കൂടെ പോയിട്ട് പോലും നമുക്ക് അത്രയ്ക്കൊരു വലിയ ഷെയ്ക്കോ കുലുക്കോ ഒന്നും അറിയുന്നില്ല. അതേസമയത്ത് പഴയ താറുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. താറെന്നുള്ള സാധനം ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ സസ്പെൻഷൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിഗംഭീരമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ അടുത്തുള്ളൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നിങ്ങൾക്ക് ഈ റോഡ് കാണാൻ പറ്റുമായിരിക്കും. വളരെ മോശപ്പെട്ട സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിലും വളരെ മികച്ച പെർഫോമൻസ് ആണ് താറ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പോട്ടെ, ബാക്കി നമുക്ക് വീഡിയോസിൽ കാണാം. അങ്ങനെ നമ്മൾ ദാണ്ട ഉറുമ്പിക്കര എത്താറാവുന്നു. കണ്ട് ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ കേട്ടോ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. റോഡില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അവിടെ നിന്ന് താഴെന്ന് പറഞ്ഞ് ഈ പുതിയ വണ്ടി കൊണ്ട് കയറി വരരുത്, അങ്ങനെ അത്രയും മോശപ്പെട്ട് കിടക്കുമെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് വണ്ടി എന്താണെന്ന് ഒന്ന് അറിയണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പോകാൻ തീരുമാനിച്ച് കയറി വന്നതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല. ഞാൻ കാണിക്കാം, ജസ്റ്റ് കാണിക്കാം. അല്ലേ, നമ്മുടെ അർജുൻ ഭായ് വണ്ടിക്കകത്തുണ്ട്. അർജുൻ ഭായ് ആണ് സാരഥി. താഴെ വരെ ഞാൻ ഓടിച്ചു. ഈ റോഡ് കണ്ടപ്പോൾ ഞാൻ അർജുൻ ഭായിക്ക് കൊടുത്തു, ഓടിച്ചോളാൻ പറഞ്ഞു. ഇതാണ് അവസ്ഥ. അപ്പം നമുക്ക് പയ്യെ മേളിലോട്ട് കയറാം. എനിക്ക് തോന്നുന്നു ഈ റോഡിലൊക്കെ വണ്ടി വന്നിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു ഇതിൻ്റെ പരുവം കണ്ടിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. നമുക്ക് എന്തായാലും പയ്യെ വണ്ടി എടുപ്പിക്കാം. താറ് അയ്യോ വലിയ കല്ലില്ല, ഒരു ഇച്ചിരി നോക്കാവോ? അവിടെ ഒരു വലിയ കല്ലില്ല, ഇച്ചിരി നോക്ക്. ബാ കയറി വാ. എൻ്റെ പൊന്നോ, പൊളി. വാ കയറി വാ. ബാ. 4 വീൽ 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 4 വീ
എന്ത് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ താർ ഓട്ടോമാറ്റിക് കയറി വരുന്ന സീനാണ് നമ്മൾ കാണുന്നത്. കയറി പോരട്ടെ. അടുത്തൊരു പടക്കം കല്ലാട്ടോ. എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല. എന്താ ഗ്ലാമർ നോക്കി അത് കയറി വരുന്നത്, ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും തോന്നുന്നു. ജീപ്പുകാർ ചേട്ടന്മാരാ പറഞ്ഞു ആ വഴി പോകരുത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു കോൺക്രീറ്റ് റോഡും കൂടെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഈ വഴി തന്നെ കയറി വരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ടീ ഫാക്ടറിയാണ്. പണ്ട് കാലത്തുണ്ടായിരുന്നതും ഇപ്പം പൂട്ടിപ്പോയതുമായിട്ടൊരു ടീ ഫാക്ടറിയാണിത്. വണ്ടി ഒന്ന് നിർത്തി നമുക്കൊന്ന് നോക്കാം. ഇത് കണ്ടിട്ട് ബ്രിട്ടീഷുകാർ പണിഞ്ഞതാണെന്നാണ് തോന്നുന്നത്, എൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ രീതി കണ്ടിട്ട്. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാം ബിൽഡിംഗ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയാണ്. ഈ ഉറുമ്പിക്കരയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം നമുക്ക് പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റോപ്പ് സ്റ്റേഷനിലോട്ട് എത്തുന്നത്. ഈ ബൈക്കേഴ്സും എല്ലാവരും അങ്ങോട്ടേക്ക് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾ ഏത് വഴിയാണ് കയറി വന്നേ? മറ്റേ കോൺക്രീറ്റ് റോഡാണോ കയറി വന്നേ? അതല്ലേ, ഓ അതുവഴിയാണ് ഞങ്ങൾ കയറി വന്നേ. ഒരു രക്ഷയില്ലായിരുന്നു. ലെഫ്റ്റ് റൈറ്റും ഇല്ലായിരുന്നു, അവിടുന്ന് റൈറ്റ്. നിങ്ങൾ എവിടുന്ന വരുന്നത്? പാലായാണ്. ഞങ്ങൾ അടൂര്. ഇനി തിരിച്ചു പോകണം, ഇതൊഴി പോവാം. കയറിപ്പോയാണ്. അപ്പോൾ നമുക്ക് ബാക്കി എങ്ങനെയാന്ന് നോക്കാം. അങ്ങനെ നമ്മൾ തേയിലത്തോട്ടം കണ്ടു അല്ലേ? നമ്മൾ തേയിലത്തോട്ടം കണ്ടു. ഇതെന്താണോ എസ്റ്റേറ്റിന്റെ എന്തോ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. 4 വീലല്ല പോകുന്നത്, 2 വീലാണ്. ആ വ്യൂ കണ്ടോ, അപാര വ്യൂ ആട്ടോ. ഞങ്ങൾ ഉറുമ്പിക്കരയുടെ ടോപ്പ് സ്റ്റേഷനിലോട്ട് ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വളരെ മോശപ്പെട്ട റോഡ് കണ്ടു വീണ്ടും. ഇവിടെ വെച്ച് വണ്ടി ഒന്ന് കയറി വരാൻ ഇച്ചിരി പാട് കാണിച്ചു. വേണ്ട, അവൻ ചുമ്മാ ഇപ്പം കയറി പോകുന്നത്.
ഞങ്ങൾ നമ്മുടെ ടോപ്പിലെത്താൻ പോവുകയാണ്. അയ്യോ, വല്ലാത്ത ഓഫ് റോഡിങ് ആയി പോയിട്ടോ. ഉറുമ്പിക്കര വെരി വെരി. അങ്ങനെ നമ്മൾ ഉറുമ്പിക്കരയിലെത്തി. ഉറുമ്പിക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ താഴെയാണ് ഉറുമ്പിക്കര എന്ന് പറഞ്ഞ പ്രോപ്പർ പ്ലേസ്. ഇത് ഉറുമ്പിക്കര ടോപ്പ് സ്റ്റേഷനാണ്. അതായത് അവിടുത്തെ ഒരു ടീ ഫാക്ടറി ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് മേലോട്ട് വരണം. റോഡിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്ട്രീം ഓഫ് റോഡായിരുന്നു. ഒന്ന് പേടിച്ചു കേട്ടോ. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ലപോലെ ഒന്ന് പേടിച്ചു. കാര്യം പുതിയ വണ്ടി ആയതുകൊണ്ട് ഒറ്റ വണ്ടിയില്ലായിരുന്നു, നമ്മൾ മാത്രമാണ് കയറി വന്നത്. അങ്ങനെ ഒന്ന് നല്ലപോലെ ഒന്ന് പേടിച്ചിട്ടാണ് നമ്മളിങ്ങനെ മേളിൽ എത്തിച്ചത്. പക്ഷെ ഒന്നും പറയാനില്ല, സാറ് നമ്മുടെ അവിടെ കിടപ്പുണ്ട്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രശ്നങ്ങളോ ലാഗോ ഒന്നും നമുക്ക് ഓഫ് റോഡിൽ ഫീൽ ചെയ്തില്ല. പിന്നെ ഈ ഒരു പ്ലേസിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കൽ വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഒരു 360 ഡിഗ്രി വ്യൂവിലുള്ള ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വന്ന് ആസ്വദിച്ച് നിങ്ങൾ കണ്ടു പോകേണ്ട സ്ഥലം അതേ പറയാനുണ്ട്. കാര്യം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസാണ്. ഫാമിലി ആയിട്ട് വരാൻ ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഈ ഒരു റോഡിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഫാമിലി ആയിട്ട് വരുന്നതിൽ. അതർവൈസ് ഇത് ബാച്ചിലേഴ്സായിട്ടൊക്കെ അവർക്ക് ബൈക്കേഴ്സൊക്കെ ഒരുപാട് വരുന്നുണ്ട്. കെയർഫുള്ളായിട്ട് വരണം, അത്രേ ഉള്ളൂ. കാര്യം ഒരു സൈഡ് നല്ല കൊക്കയാണ്, നമ്മൾ സൂക്ഷിച്ചും കണ്ടും കയറി വരണം എന്നുള്ളതുള്ളൂ. പിന്നെ ഈ ഒരു വ്യൂ ആണ് ഇവിടുത്തെ ഏറ്റവും. പിന്നെ ക്ലൈമറ്റ് അടിപൊളിയായിട്ട്. ഇപ്പോൾ ഏകദേശം സമയം പറയുകയാണെങ്കിൽ ഒരു 4:30 സമയമാവുന്നു വൈകിട്ട്. ക്ലൈമറ്റ് എടുത്ത് പറയേണ്ടത് തന്നെ ഒരു കാര്യമാണ്. നല്ല അടിപൊളി കാറ്റാണ്. അവിടെ നിന്ന് വരുന്ന ആ കാറ്റും ഈ ഒരു വ്യൂവും യഥാർത്ഥം പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ടെൻഷൻ പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ എന്തെങ്കിലും അർത്ഥമാകുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ നമ്മുടെ ഓഫീസ്, വീട്, നമ്മുടെ ജോലി കാര്യങ്ങൾ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ലൈഫിൽ എൻജോയ് ചെയ്യണമെങ്കിൽ യഥാർത്ഥം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ഥലത്തൊക്കെ ഒന്ന് നമ്മൾ വരണം, നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഈ ഒരു ഉറുമ്പിക്കര ഈ ഒരു ടോപ്പ് സ്റ്റേഷൻ്റെ ഇവിടെ മറ്റേ പാരാഗ്ലൈഡിങ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വീഡിയോയിൽ വിഷ്വൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വാഗമണിൻ്റെ ഭാഗത്തുള്ള പാരാഗ്ലൈഡിങ് ആ സംഭവം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആ ഭാഗം വാഗമണ്ണാണ്, ഈ ഒരു ഭാഗം കുട്ടിക്കാനമായിരിക്കും. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു. പിന്നെ ഈ ഒരു ബ്യൂട്ടി വളരെ ഒരു രക്ഷയില്ല. പിന്നെ വേറെ ഇതിനെ എടുത്തു പറയാനായിട്ട് കാര്യം, എൻ്റെ ഇവിടെ 2 സുഹൃത്തുക്കളുണ്ട്. ഇത് അർജുനായിരുന്നു ഇന്ന് നമ്മുടെ സാരഥി. വണ്ടി ഈ ഒരു നിങ്ങൾക്ക് വീഡിയോസിൽ കാണാൻ പറ്റും, ഒരു രക്ഷയില്ലാത്ത വണ്ടി ഓടിപ്പായിരുന്നു. പിന്നെ അരുണായിരുന്നു ഇതിൻ്റെ ക്യാമറ, ബാക്കി ഡ്രോണും കാര്യങ്ങളും ഒക്കെ ചെയ്തത് അരുണായിരുന്നു. അപ്പോൾ ഇവരോടുള്ള നന്ദി പ്രത്യേകം പറയണം. ഇവരില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും ഇവിടെ എന്തായാലും എത്താൻ പറ്റത്തില്ലായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളതാണ്, ഇവിടെ നല്ല എവിടെയെങ്കിലും നിങ്ങൾ യാത്ര പോവുക, മാക്സിമം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുക, എൻജോയ് ചെയ്യുക, ലൈഫ് അടിപൊളിയായിട്ടിരിക്കട്ടെ. അപ്പം ഞങ്ങൾ ഇനിയിപ്പം വണ്ടിയുടെ അടുത്തോട്ടൊന്ന് പോയിട്ട് വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പറയാം. ഇന്ന് ഇവനായിരുന്നു താരം കേട്ടോ. ഈ റോഡിൽ വളരെ അനായാസം നമുക്ക് വണ്ടി ഓടിച്ച് കയറ്റിക്കൊണ്ട് വരാൻ പറ്റി. വളരെ പന്ന റോഡായിരുന്നു, നിങ്ങൾ വീഡിയോ കണ്ടു കാണും. വളരെ മോശപ്പെട്ട റോഡിൽ കൂടെയാണ് നമ്മൾ വന്നത്. അവിടെയൊക്കെ ഇവൻ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു.
അതിലൊന്നും പറയാനില്ല. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റിംഗ് ആണെങ്കിൽ കൂടി വളരെ ഗിയർ ഷിഫ്റ്റിംഗ് ആയാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് എനിക്ക് തോന്നുന്നു 2 വീൽ ഡ്രൈവിൽ തന്നെ ഒരുമാതിരിപ്പെട്ട പന്ന റോഡിൽ കൂടെ, അതായത് റോളിംഗ് സ്റ്റോൺസ് ഉള്ളിടത്തൂടെ എല്ലാം നമുക്ക് ഓടിച്ച് കവർ ചെയ്ത് കയറി വരാൻ പറ്റി. പിന്നെ ഇതിനകത്ത് 1-2 ഉപകാരപ്പെട്ട കാര്യങ്ങൾ ഞാൻ ആസ് എ യൂസർ, എനിക്ക് വണ്ടിയെക്കുറിച്ച് വലുതായിട്ട് റിവ്യൂ ചെയ്യാനൊന്നും അറിയത്തില്ല, ഞാൻ എൻ്റെ ആസ് എ യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഓഫ് റോഡ് മെനുവിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇൻക്ലിനേഷൻ, അതുപോലെ തന്നെ അപ്രോച്ച് ഡിപ്പാർച്ചർ ആംഗിൾസ്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ടയർ പൊസിഷൻ, ഇതെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് വളരെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത്രയും മോശം വഴി വന്നിട്ട് അലോയി ഒന്നും എങ്ങും തട്ടിയില്ല കേട്ടോ. നമ്മളത് വളരെ സൂക്ഷിച്ച് തന്നെ കൊണ്ടുവന്നു. അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പേടിയും. അലോയി ഒന്നും എങ്ങും തട്ടിയില്ല. പിന്നെ ഈ ഒരു ടയർ പ്രൊഫൈൽ ഇത്ര ഉള്ളതുകൊണ്ട് അതും ഒരു വലിയ ഉപകാരമായിരുന്നു. നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇപ്പം 255, 65 R18 ടയറാണ് കിടക്കുന്നത്. അത് സിയറ്റിൻ്റെ നല്ല ടയർ തന്നെയാണ് അത്. പിന്നെ ഇത്രയും ഓഫ് റോഡ് വന്നിട്ടും വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഒന്നും നമുക്ക് അടിയൊന്നും എങ്ങും തട്ടിയിട്ടില്ല. അതും നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു ഉറുമ്പിക്കര ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വന്ന ഓഫ് റോഡും ഈ ഒരു ടെറൈനും ഈ ഒരു സ്ഥലവും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. പിന്നെ ഈ താറിൻ്റെ ഈ താർ ഡീസൽ ഓട്ടോമാറ്റിക്കിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ ആസ് എ യൂസർ ഞാൻ റിവ്യൂ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഓഫ് റോഡ് ടെറൈൻസിലൊക്കെ നല്ല മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ഇത് കാഴ്ചവെച്ചത്. ഇനി ഞങ്ങൾ ഇവിടുന്ന് മദാമക്കുളത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ 5 മണിയായി, ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. അപ്പോൾ ആ വീഡിയോ ഉറപ്പായിട്ടും ഞങ്ങൾ പറ്റി ലൈറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്യും. അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇടും. എന്തായാലും ഇത് ആദ്യത്തെ വീഡിയോ ആണ്, കുറവുകളുണ്ട് എന്നറിയാം. അപ്പം നിങ്ങളുടെ ഈ കുറവുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടണം. ഞങ്ങളത് നോക്കും, എന്നിട്ട് അത് പരിഹരിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കും. പിന്നെ നിങ്ങളുടെ പരിചയത്തിലും ഇതുപോലെ നല്ല നല്ല സ്പോട്സ്, നമ്മുടെ ജീപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായും വന്ന് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ തന്ന സപ്പോർട്ട്, കരുതൽ, സ്നേഹം എല്ലാത്തിനും ഒരുപാട് നന്ദി. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു. സൈനിങ് ഓഫ്, ഡോക്ടർ ജി.